സ്വാമി നിർമ്മലാനന്ദ യോഗിയുടെ സന്തുഷ്ട ജീവിതം. വികാരങ്ങൾ നിയന്ത്രിക്കപ്പെടണം. ഒരാൾ തെറ്റിദ്ധാരണയുടെ പേരിൽ നമ്മോട് വളരെ ക്ഷോഭിച്ച് സംസാരിക്കുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് അയാൾ ഇത്രമാത്രം കോപത്തോടെ സംസാരിച്ചതും പെരുമാറിയതും എന്ന് കണ്ടുപിടിക്കാൻ മനസാന്നിധ്യത്തോടു കൂടി പരിശ്രമിക്കുക. അല്ലാതെ നിങ്ങളും അയാളോട് കോപിച്ചാൽ അപകടമായി. ശാന്തനായി വർത്തിക്കുകയാണെങ്കിൽ നിങ്ങളൊടുവിൽ തികച്ചും അഭിനന്ദിക്കപ്പെടുന്നതാണ്. മറ്റൊരാൾ നിന്ദിച്ചാൽ തന്നെ കോപിക്കാൻ എന്തിരിക്കുന്നു? നീ ഊണ് കഴിച്ച് സുഖമായി ഉറങ്ങുമ്പോൾ പട്ടിണി കിടന്ന് മയങ്ങി മരിക്കാൻ കിടക്കുന്നു എന്ന് മറ്റുള്ളവർ പറഞ്ഞാൽ വിശപ്പ് വന്ന് നിന്നെ ബാധിക്കുമോ? ഇല്ല. ഇനി പട്ടിണി കിടക്കുമ്പോൾ സുഖമായി ഊണ് കഴിച്ച് സുഖമായി കിടന്നുറങ്ങുന്നു എന്ന് മറ്റുള്ളവർ പറഞ്ഞാൽ വിശപ്പ് മാറുമോ? അതുമില്ല. അപ്പോൾ മറ്റുള്ളവരുടെ നിന്ദയിൽ ഒരു ഹാനിയുമില്ല. അവരോട് കോപിക്കേണ്ട കാര്യവുമില്ല. കോപം വരികയാണെങ്കിൽ മനസ്സ് നന്നായിട്ടില്ലെന്ന് കരുതി മനസ്സിനെ നന്നാക്കാൻ ശ്രമിക്കുക. അതാണ് വേണ്ടത്. അനിയന്ത്രിതമായ കോപസ്വഭാവം അശക്തന്റെ ലക്ഷണമാണെന്ന് വിസ്മരിച്ചുകൂടാ. കല്യാണം കഴിഞ്ഞ് നവദമ്പതികൾ പലരും അനുഗ്രഹത്തിന് ആശ്രമം സന്ദർശിക്കാറുണ്ട്. അവർക്ക് എന്ത് വിശേഷ സാധനമാണ് നൽകാനുള്ളത് ആശ്രമത്തിൽ? അഥവാ എന്തെങ്കിലും നൽകിയാൽ തന്നെ അതെത്ര കാലം പുതുമ നശിക്കാതെ നിൽക്കും? പുതുമ നശിക്കാത്ത ഒരു ഉപഹാരം നാം പല ദമ്പതികൾക്കും നൽകിയിട്ടുണ്ട്. എന്താണെന്നോ? 2 കാർഡ് എടുക്കും. അതിൽ 2ലും കരയരുത്, കോപിക്കരുത് എന്നും സന്തോഷമായി ഇരിക്കുക എന്നും എഴുതി കൊടുക്കും. ഈ ഉപഹാരത്തിൻ്റെ വില തൽക്കാലം അവർക്ക് മനസ്സിലാകുന്നില്ല. കാലക്രമേണ അവരുടെ ജീവിതത്തിൽ വലിയൊരു രക്ഷാകവചമായി തീരുന്നു ആ കാർഡുകൾ. ഭാര്യ കരയുമ്പോൾ ഭർത്താവ് ഈ കാർഡ് എടുത്ത് കാണിക്കും. പെട്ടെന്ന് കരച്ചിൽ മാറുന്നു. ഇരുവരും ചിരിക്കുന്നു, സന്തോഷിക്കുന്നു. ഭർത്താവ് കോപിക്കുമ്പോൾ ഭാര്യ ഈ കാർഡ് എടുത്ത് കാണിക്കുന്നു. ഉടനെ ഭർത്താവിൻ്റെ കോപം ശമിക്കുന്നു. ഇരുവരും കൂടുതൽ സന്തോഷത്തോടെ പെരുമാറുന്നു. കോപം അതോടെ ശമിക്കുന്നു. കോപം ശത്രുവാണ്, യമനാണ്. അതിനെ ആരംഭത്തിൽ തന്നെ അമർത്തണം. നാം എന്തിന് ജീവിക്കണം? പലരും എഴുതി ചോദിക്കാറുണ്ട്, വെറുതെ നമ്മൾ എന്തിനിങ്ങനെ ജീവിക്കുന്നു എന്ന്. ഓരോരുത്തർക്കും ഓരോ ഉത്തരം പറയാനുണ്ടാകും. ഈ ചോദ്യത്തിന് അത്ര പെട്ടെന്ന് ഒറ്റ വാക്കിൽ ഒരു ഉത്തരം പറയാൻ പറ്റുമോ? ഇല്ലെന്നാണ് തോന്നുന്നത്. ഓരോരുത്തർക്കും ഓരോ ഉത്തരം പറയാനുണ്ടാകും. ഞാൻ എൻ്റെ ഭാര്യാപുത്രാദികൾക്ക് വേണ്ടി ജീവിക്കുന്നു, അവർക്ക് ഞാനല്ലാതെ ആശ്രയമാരുണ്ട് എന്ന് ചിലർ പറയും. വേറെ ചിലരുടെ ഉത്തരം, മാതാപിതാക്കൾക്ക് വയസ്സായി, നമ്മളെ വളർത്തി പഠിപ്പിച്ച് ഈ നിലയിലാക്കിയത് അവരാണ്, വയസ്സുകാലത്ത് അവരെ നോക്കേണ്ടത് മകൻ്റെ കടമയല്ലേ. മദർ തെരേസയെ പോലെ മനോവികാസമുള്ളവർ പറയും, അഗതികളെ രക്ഷിക്കാൻ, സമൂഹത്തെ സേവിക്കാൻ. ഗാന്ധിജിയെ പോലുള്ളവരാകട്ടെ രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിന്, രാഷ്ട്ര നന്മയ്ക്ക് എന്നായിരിക്കും ഉത്തരം പറയുക. പക്ഷെ ആരും തന്നെ ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കുന്നു എന്ന് പറയുന്നില്ല. എല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം. എന്നാൽ യഥാർത്ഥം അതാണോ? ഭാര്യ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു ഹെഡ് മാസ്റ്റർ ഈയിടെ ഇങ്ങനെ എഴുതി: സ്വാമി, ഞാൻ വളർത്തി പഠിപ്പിച്ച് ഉന്നതമായ ബിരുദവും ഉദ്യോഗവും നേടിയ എൻ്റെ മൂത്ത മകൻ ജാതിയിൽ താണ ഒരു പെണ്ണിനെ എൻ്റെ അഭിപ്രായത്തിനും ആഗ്രഹത്തിനും വിപരീതമായി വിവാഹം കഴിച്ചിരിക്കുന്നു. എല്ലാവിധ പ്രതീക്ഷകളെയും തകർത്തുകൊണ്ട് ഇതെൻ്റെ അഭിമാനത്തെയും ആകെ തകർത്ത് കളഞ്ഞു. എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ കൂടി തരമില്ലാതെയായി. എനിക്കിനി ജീവിക്കണമെന്നില്ല എന്ന്. മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നു എന്ന് പറഞ്ഞയാൾക്ക് ഇപ്പോൾ ജീവിക്കണമെന്നേ ഇല്ല പോൽ. ഭാര്യയ്ക്ക് വേണ്ടി ജീവിക്കുന്നു എന്ന് പറയുന്ന ആൾ ഭാര്യ മരിച്ച ഉടനെ തന്നെ പുനർവിവാഹം നടത്തുന്നു. മറ്റൊരു ഭാര്യയ്ക്ക് വേണ്ടി എന്നതാവാം അയാളെ സംബന്ധിച്ച് ശരി. ആലപ്പുഴ നിന്ന് ഉന്നത കുലജാതനായ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ എഴുതി: സ്വാമിൻ,
ഞാൻ സ്ഥലത്തെ ധനാഢ്യനായ ഒരാളുടെ ഏക മകനാണ്. പ്രശസ്തമായൊരു കോളേജിൽ ഉന്നത ബിരുദമെടുക്കാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ പറമ്പിൽ പാർക്കുന്ന ഒരു പാവപ്പെട്ട പെണ്ണിനെ ഞാൻ പ്രേമിച്ചു. അച്ഛനമ്മമാരുടെയും ബന്ധുജനങ്ങളുടെയും ആഗ്രഹത്തിനെ മറികടന്ന് അവളെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. അപ്പോഴാണ് അറിയുന്നത് അവൾക്ക് മറ്റൊരു കൂലിപ്പണിക്കാരനുമായി കൂടുതൽ അടുപ്പമാണെന്ന്. ഇത് എൻ്റെ മനസ്സിൽ വല്ലാത്ത വിഷമമുണ്ടാക്കിയിരിക്കുന്നു. ആത്മഹത്യയെ പറ്റിയാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത്. എനിക്ക് വേറെ രക്ഷാമാർഗം എന്തുണ്ട്? ഈ കത്തെഴുതിയ ആൾ ആർക്ക് വേണ്ടിയാണ് ജീവിച്ചത്?